രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2026 ജൂലൈ 11 അഥവാ മിഥുനമാസം 27 ശനിയാഴ്ച, ജ്യേഷ്ഠമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയായ യോഗിനി ഏകാദശിയാണല്ലോ. നമുക്ക് യോഗിനി ഏകാദശി ഒന്ന് സ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധർമ്മത്തിനെപ്പോഴെല്ലാം ഉടവരുമുടൻ പൂതലേ ജാതനായി, ശർമ്മം സർവർക്കുമേകും സരസിജനയനൻ വാതകേഘാദിനാഥൻ. ഈ മണ്ണിൽ ഭക്തിമാർഗം കനിവടരുളുവാൻ വാഴകുന്നത്തു സാക്ഷാൽ ധർമ്മജ്ഞൻ വാസുദേവതിജ ഗുരുവരനായി വന്നു ശോഭിപ്പു പാരം. എൻ ശബ്ദം തവ മന്ത്രം, എൻ്റെ കരകർമ്മൗകം ത്വദീയാർച്ചനം. സഞ്ചാരങ്ങൾ പ്രദക്ഷിണങ്ങൾ അശനം ഹോമം ശ്രുതം കീർത്തനം, ശയ്യാവേശനമോ നമസ്കൃതി. അങ്ങെല്ലാം സമർപ്പിക്കുമെൻ സർവാംഗക്രിയ, പൂജയായി സ്വീകരിക്കണേ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജൂലൈ മാസം 11 അഥവാ ശനിയാഴ്ച, മിഥുനമാസം 27 ശനിയാഴ്ച, ജ്യേഷ്ഠമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയായ യോഗിനി ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 10 രാവിലെ 8:16 ആരംഭിച്ച് 11 5:20 വരെയാണ് ഏകാദശി തിഥി ഉള്ളത്. ഹരിവാസര ആരംഭിക്കുന്നത് ജൂലൈ 10 മിഥുനം 26 രാത്രി 12:06 ആരംഭിക്കും ഹരിവാസരം. മീനദിന് 27 അതാ ജൂലൈ 11 10:33 വരെ രാവിലെ ഹരിവാസരമുണ്ട്. പാരണ വീഴേണ്ട സമയം ജൂലൈ 12 ഞായറാഴ്ച രാവിലെ 6:05 മുതൽ 10:21 വരെയുള്ള സമയത്ത് പാരണ വീടാം. ഓരോ ഏകാദശിയായിട്ട് ബന്ധപ്പെട്ട നമ്മൾ വ്രതകഥ പറയാറുണ്ട്. അളകാപുരിയിൽ കുബേരൻ മഹാദേവൻ്റെ നല്ല ഭക്തനാണ്. അങ്ങനെ എന്നും ഭഗവാന് വേണ്ടി പൂജ ചെയ്യും. പൂക്കള ഹേമമാലി എന്ന് പറഞ്ഞ തൻ്റെ ഒരു കൃത്യൻ പൂക്കൾ പറിച്ചു കൊണ്ട് കൊടുക്കും. ഒരു ദിവസവും മുടങ്ങാതെ കൃത്യസമയത്ത് അദ്ദേഹം പൂക്കൾ എത്തിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം പൂക്കൾ പറിച്ചു കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയെ കാണാൻ തോന്നുകയും ആ സമയത്ത് ഭാര്യയായിട്ടൊക്കെ സമയം ചെലവഴിച്ചു വന്നപ്പോഴത്തേക്ക് പൂക്കൾ എത്താനായിട്ട് വൈകി. തൻ്റെ പൂജയ്ക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ സേവയ്ക്ക് താമസം നേരിട്ട കുബേരന് ഹേമമാലിയെ ശപിച്ചു. 18 കുഷ്ഠം ഉണ്ടാകട്ടെ. പിന്നെ ഭാര്യയുമായിട്ടുള്ള ഒരു സമയം ചെലവഴിച്ചപ്പോഴാണല്ലോ പൂക്കൾ താമസിച്ചത്. ഭാര്യയായിട്ട് വേർപാടും ഉണ്ടാവട്ടെ, ഭൂമിയിൽ പോയി ജനിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് ശപിച്ചു വിടുകയാണ്. അങ്ങനെ കടുത്ത വേദനയോടുകൂടി ഭൂമിയിൽ അങ്ങനെ ചുറ്റി സഞ്ചരിക്കുക. വളരെ കാലം കുഷ്ഠവും വേദനയും സഹിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു ജ്യേഷ്ഠമാസത്തിലെ ഇതുപോലെ യോഗിനി ഏകാദശിയോടടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ മാർക്കാണ്ഡ മഹർഷിയെ കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം വിധിയാമണ്ണം പറഞ്ഞു കൊടുത്ത പോലൊക്കെ അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി പിന്നെ കുഷ്ഠരോഗമൊക്കെ പൂർണ്ണമായിട്ടും മാറി, വേദനയൊക്കെ മാറി, പഴയ സ്വരൂപം തിരിച്ചു കിട്ടി. അദ്ദേഹം അളകാപുരിയിൽ എത്തിച്ചേർന്നു എന്നാണ് കഥ. അപ്പോൾ ഭഗവാന്റെ പൂജയ്ക്ക് തടസ്സം വന്നത്, അല്ലെ താമസം നേരിട്ടത് ഹേമമാലിനിയുടെ അലസതയും സുഖലോലുപതയുമാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഒരു പ്രതിരൂപമായിട്ടാണ് അവിടെ ഹേമമാലിനിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് അലസത ജീവിതത്തിൽ വന്നാൽ അത് ഈശ്വര സേവയ്ക്ക് തടസ്സമാവും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു യോഗിനി ഏകാദശി എല്ലാവർക്കും ഓരോരുടെ പ്രായത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ കായേന വാചാ മനസേന്ദ്രിയർവ
ബുദ്ധ്യാത്മനാ വാ പ്രകൃതിയ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കൃഷ്ണ നാരായണ നാരായണ.